ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും മറ്റൊരു വീഡിയോ ചെയ്തു. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നത് നമ്മളെ ഗാലക്സിയുടെ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി കുറച്ച് ദിവസം കൊണ്ട് ആരോ ഒരാൾ കമൻറ്റ് ഇടുന്നുണ്ട്. സോ അപ്പോൾ എനിക്ക് അപ്പോഴൊന്നും വീഡിയോ ചെയ്യാൻ പറ്റില്ല. സോ അപ്പോൾ ഇന്നൊരു വീഡിയോ ചെയ്യാമെന്ന് കരുതിയതാണ്. നമ്മളന്ന് നട്ട ഗാലക്സി പ്ലാന്റ് അത്യാവശ്യം സൈസായിട്ടുണ്ട്. ഇത്തിരി ഫ്ലവർ നമുക്ക് തരുന്നുണ്ട്. ഇത് നമുക്കൊരു 4-5 ഫ്ലവറാണ്. അടുത്ത് എന്നും കണ്ടിന്യൂസ് ആയിട്ട് ഫ്ലവർ വരും. ഇതിൻ്റെ പ്രത്യേകത നമ്മളെ പ്ലം ഗ്രൈസി പോലെ തന്നെയാണ്. പ്ലം ഗ്രൈസിൽ നിന്ന് ഇതിൻ്റെ വ്യത്യാസം പറഞ്ഞു കഴിഞ്ഞാൽ നടുക്ക് മറ്റതിലാണെങ്കിൽ പ്ലം ഗ്രൈസിലാണെങ്കിൽ ഇവിടെ ചെറിയൊരു വെള്ള ഷെയ്ഡും കൂടെ വന്ന് കുറച്ചുകൂടെ ബ്യൂട്ടിയാണ് പ്ലം ഗ്രൈസ് കാണാൻ. ഗാലക്സി അതിൻ്റേതായിട്ടൊരു ബ്യൂട്ടിയാണ്, അത് വേറൊരു ടൈപ്പാണ് കേട്ടോ. നല്ല ഡാർക്ക് കളർ വന്നിട്ട് നീലയുടെ ഒരു നമുക്കൊരു പ്രത്യേക ഒരു ബ്യൂട്ടി തരുന്നൊരു കളറാണ് നമ്മുടെ ഈ ഗാലക്സി വാട്ടർ ലില്ലി. ഓക്കെ, അപ്പോൾ നമ്മൾ ഗാലക്സി വാട്ടർ ലില്ലി മേടിച്ചതിൻ്റെ കൂടെ മേടിച്ചതാണ് ഈ ട്രയൽ ബ്ലേസർ എന്ന് പറഞ്ഞ ഈ വാട്ടർ ലില്ലി. ഇതിനും അത്യാവശ്യം നിറച്ച് ഫ്ലവേഴ്സ് ഉണ്ട്. നമുക്ക് ഇത് കമ്പയർ ചെയ്തപ്പോൾ എനിക്ക് രണ്ടും വാങ്ങിച്ചപ്പോൾ കമ്പയർ ചെയ്തപ്പോൾ എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ട ഇതാണ്. കാരണം ഈ പ്ലാന്റിൽ നമുക്ക് എന്നും ഒരു 2-3 ഫ്ലവർ വെച്ചുണ്ട്. ഇന്നലെ എനിക്ക് 2 ഫ്ലവർ ഉണ്ടായിരുന്നു. ഇന്ന് മാത്രമാണ് ഒരു ഫ്ലവർ. അതിന് മുന്നത്തെ ദിവസം 4 ഫ്ലവറുള്ള ഒരു ദിവസം ഉണ്ടായിരുന്നു. ഇതെൻ്റെ കയ്യിൽ പണ്ടേ ഉണ്ടായിരുന്ന കളക്ഷനാണ് നമ്മുടെ കാർലോസ് സൺഷൈൻ. ഇതിൻ്റെ അവസാനത്തെ ഒരു പ്ലാന്റ് മാത്രമാണ് എൻ്റെ കയ്യിൽ അവശേഷിച്ചത് വിറ്റ്. ഓക്കെ, അപ്പോൾ ഈ പ്ലാന്റ് ഇനി റെഡിയായി വരുന്നുണ്ട്. ഓക്കെ, സെയിലിനുണ്ടാവും. ഇപ്പോൾ എന്തായാലും ഈ വീഡിയോ കാണുന്ന സമയത്തില്ല, ഇത് കഴിഞ്ഞിട്ട് നമുക്ക് സെയിലിന് അതുണ്ടാവും. ഓക്കെ, അത്യാവശ്യം റേറ്റ് വരുന്ന വെറൈറ്റി ഞാൻ മഞ്ഞയാണ് ഇത്തിരി റേറ്റിന് വിൽക്കുന്നത്. കാരണം മഞ്ഞ എന്ന് പറഞ്ഞ വെറൈറ്റി അത്രയും കിട്ടാൻ കുറച്ച് പാടാണ്. പിന്നെ നമ്മുടെ കയ്യിൽ ഈ ഒരു ഡാർക്ക് കളർ വരുന്ന ഗാലക്സിക്കും അത്യാവശ്യം റേറ്റ് ഉണ്ട് ഇപ്പോഴും ഗാലക്സി. പിന്നെ റേറ്റ് കുറഞ്ഞ ഒത്തിരി വെറൈറ്റീസ് നമ്മുടെ കയ്യിലുണ്ട്. ഇതൊക്കെ നമ്മുടെ കയ്യിലുള്ള വലിയ റേറ്റ് ഇല്ലാത്ത വെറൈറ്റീസാണ്. നമ്മുടെ ബുൾസൈ, പിന്നെ അത് നമ്മുടെ ചോമ്പ മാവയൊക്കെ വീണ്ടും സെയിലിന് വന്നിട്ടുണ്ട്. പിന്നെ എല്ലാം കുറച്ച് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് കുറച്ച് നല്ലൊരു ഓസൊക്കെ കിട്ടിയതുകൊണ്ട് എല്ലാം കുറച്ച് അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റും. അതിൻ്റെ ഒരു അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഗാലക്സിയുടെ അപ്ഡേറ്റ് അതാണ്. ഗാലക്സി നമുക്ക് വിത്തിൽ നിന്ന് പൊടിക്കുന്ന ഒരു പ്ലാന്റ് അല്ല. അതുപോലെ കിഴങ്ങിൽ നിന്നാണ് അത് നമുക്ക് പൊടിക്കുന്നത്, ഇലയൊന്നും പൊടിക്കില്ല അത്. പിന്നെ നമ്മുടെ ട്രോപ്പിക്കൽ സൺസെറ്റൊക്കെ വീണ്ടും ഫ്ലവർ ആയിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ നമ്മളിപ്പോൾ അത്ര റേറ്റിനല്ല വിൽക്കുന്നത്, നമുക്ക് റേറ്റ് കുറച്ചാണ് വെക്കുന്നത്. അപ്പോൾ താല്പര്യമുള്ളവരൊന്ന് കോൺടാക്ട് ചെയ്യുക. ഇത് വിത്ത് ഫ്ലവറുള്ള ഈ സെയിം പ്ലാന്റിന് കൊടുക്കാനുണ്ട്. ട്രോപ്പിക്കൽ സൺസെറ്റിന് 2-3 പ്ലാന്റ്സ് ഉണ്ട് ഫ്ലവർ ആയതിപ്പോൾ. ഇത് ഏകദേശം മൊട്ട് വരാറായിട്ടുണ്ട്. പിന്നെ നമ്മളൊരു പുതിയൊരു വെറൈറ്റിയാണ് ഗാലക്സിയുടെ കൂടെ മേടിച്ചതാണ് ഹസാബാഗ് എന്ന് പറഞ്ഞൊരു പ്ലാന്റ്. അപ്പോൾ ഇതിൽ മൊട്ട് വരുന്നുണ്ട് അടുത്ത്, പക്ഷേ പ്ലാന്റ് അത്ര ആരോഗ്യമില്ലാത്തൊരവസ്ഥയിൽ നിൽക്കുകയാണ്. എന്താണെന്നറിയില്ല, പ്ലാന്റിന് എന്ത് പറ്റിയെന്നറിയില്ല. റെഡിയായി വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. കാരണം അത്യാവശ്യം റേറ്റ് കൊടുത്ത് മേടിച്ച പ്ലാന്റാണ്. ഈ പ്ലാന്റ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് നമുക്കൊരു 3000-5000 ആളുകൾ മേടിച്ചിട്ടുള്ള പ്ലാന്റാണ്. ഞാനത് ഒരു 1000 റേഞ്ച് ആയപ്പോഴാണ് നമ്മൾ മേടിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ള പ്ലാന്റ്സിൻ്റെ കളക്ഷൻ. പിന്നെ കുറേ കണ്ട് ഇപ്പോൾ ഏകദേശം ഫ്ലവർ ആയിട്ട് നിൽപ്പുണ്ട്. പിന്നെ നമ്മൾ സാധാരണ എല്ലാ വലിയ വീഡിയോസും നമുക്ക് ആഡ് ചെയ്യാൻ പറ്റാത്തൊരു പ്ലാന്റ് ആയിരുന്നു ഇത്. ലാസ്റ്റ് ഒരു വീഡിയോ ഇതിനെക്കുറിച്ച് മാത്രം ഒരു വീഡിയോ ചെയ്തു. അപ്പോൾ ഒത്തിരി പേര് അതിനെക്കുറിച്ച് ഒത്തിരി മെസ്സേജൊക്കെ അയച്ച് ചോദിച്ച പ്ലാന്റാണ് കേട്ടോ. ഇത് കുറച്ച് ഡാർക്ക് കളറിലേക്ക് പോയിട്ടുണ്ട് കേട്ടോ. ഇന്ന് എന്ത് പറയാൻ, കണ്ണിനൊക്കെ കുളിർമയാകുന്ന ഒരു വെറൈറ്റി അടിപൊളി. ഈ പ്ലാന്റ് നമ്മുടെ കയ്യിൽ സെയിലിനുണ്ട്. ഇത് ലാസ്റ്റ് ഡേ ആണ് ഈ ഫ്ലവറിൻ്റെ. അപ്പോൾ അതിൻ്റെ ഒരു ബ്യൂട്ടി ഉണ്ട്, അണയാൻ പോകുന്ന തീയാളിക്കത്തെന്ന് പറയുന്ന പോലെ വേറെ ലെവലായിട്ട് നിൽപ്പുണ്ട് ആ പ്ലാന്റ്. പിന്നെ അത് മാത്രമല്ല നമ്മുടെ കയ്യിൽ ഇങ്ങനെ കുഞ്ഞൻ ആമ്പലുകളുണ്ട്. ഇത് വലിയ റേറ്റില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ കുഞ്ഞൻ പൂക്കൾ ഇതുപോലെ നിറച്ച് പൂക്കും. ഇതിൻ്റെ മഞ്ഞ വെറൈറ്റി ഉണ്ട്. ഇതിൻ്റെ വൈറ്റ് ഒരു പ്രത്യേക ബ്യൂട്ടി ഉണ്ട്, നിറച്ച് പൂക്കൾ പൂക്കും. ഇത് വലിയ റേറ്റ് ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ താല്പര്യമുള്ള അതും മേടിക്കാം. അത് ഫ്ലവറുള്ള പ്ലാന്റ് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത്. അതിൻ്റെ കുറേ കളക്ഷൻ ഇരിപ്പുണ്ട്. അതിൻ്റെ കുറച്ച് വേറൊരു ടൈപ്പാണിത്. പിന്നെ അതിൻ്റെ മഞ്ഞയാണ്. മഞ്ഞ എപ്പോഴും നമ്മളിൽ ഫ്ലവർ കാണില്ല. നമ്മളടുത്ത് 19 വച്ചു കൊടുക്കുന്ന സമയത്ത് ഫ്ലവർ കാണും. പിന്നെ നമ്മളിൽ താമരയൊക്കെ അടുത്ത് വീണ്ടും ഫ്ലവറിങ് ടൈം ആയിട്ടുണ്ട്. താമരയൊക്കെ മൊട്ട് വരുന്നുണ്ട്. വച്ചിട്ട് ഏകദേശം ഒരു 2 മാസം ആയതേ ഉള്ളൂ ഈ പ്ലാന്റ് നമ്മൾ വെച്ചതിന് ശേഷം. ഉടനെ അടുത്ത് സ്റ്റാൻഡിൽ ലീവ്സ് വന്നു, മൊട്ടൊക്കെ വന്നു. ഇനി ഉടനെ റെഡിയാവും. അന്ന് ഒരുമിച്ച് വെച്ച പ്ലാന്റിൽ ഇനി അതിൽ മൊട്ട് വരാനുണ്ട്. ബാക്കി അന്ന് വെച്ചതിൽ എല്ലാത്തിലും മൊട്ട് വന്നു. അത് റെഡ് ഫിലിപ്പാണെന്ന് തോന്നുന്നു. ഇതിപ്പോൾ എന്തായാലും ഫ്ലവർ വരുമ്പോൾ നമുക്കറിയാമല്ലോ. ഫ്ലവർ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫ്ലവറോട് കൂടിയ പ്ലാന്റ് നമുക്ക് സെയിലിനുണ്ട്. അപ്പോൾ ട്രിവാൻഡ്രത്തുള്ളവരാണെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് ഒന്ന് എടുക്കാം. പിന്നെ ഇനി അവിടെ കുറച്ച് നമ്മുടെ 1 മാസം കൊണ്ട് ഫ്ലവർ ആവുന്ന പിങ്ക് ക്ലൗഡ് കുറച്ച് റീപ്പോർട്ട് ചെയ്യാൻ കിടപ്പുണ്ട്. ഇത് പിങ്ക് ക്ലൗഡാണ്. കാരണം നമ്മൾ പിങ്ക് ക്ലൗഡ് വേറൊരു പ്ലേസിൽ കുറച്ച് സെറ്റ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയാണ് ഞാൻ റീപ്പോർട്ടിങ് കുറച്ചിങ്ങനെ വെയിറ്റ് ചെയ്ത് ചവിട്ടി പിടിക്കുന്നത്. അല്ലെങ്കിൽ പെട്ടെന്ന് റീപ്പോർട്ട് ചെയ്യുമായിരുന്നു. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കയ്യിലുള്ള പ്ലാൻസ്. ഇന്ന് വേറെ കുറച്ച് വീഡിയോസ് എടുക്കാൻ വേണ്ടി പോകണം. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടുത്തെ പരിപാടി ഇവിടെ സ്റ്റോപ്പ് ചെയ്യാണ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ എൻ്റെ കയ്യിൽ നിങ്ങൾ ആമ്പലും എന്തെങ്കിലുമൊക്കെ മേടിക്കാൻ താല്പര്യമുള്ള മേടിക്കാം. നമുക്ക് ആ പ്ലം ക്രൈസിലെ നമ്മളിൽ ഇതുപോലത്തെ പ്ലാന്റ്സ് ഒക്കെ ഉണ്ട്. ഇതൊക്കെ വേറെ 150 വിത്ത് ഫ്ലവറുള്ള പ്ലാന്റ് ഉണ്ട്. ലാവൻഡർ കളറാണ്. അപ്പോൾ താല്പര്യമുള്ളവർ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്യുക. വിത്ത് ഫ്ലവറുള്ള വലിയ പ്ലാന്റാണ്. 2 ഫ്ലവർ ഉണ്ട്. ഇനി വീണ്ടും 2-3 കൂടെ വരുന്നുണ്ട്. അപ്പോൾ വളരെ വേഗം തന്നെ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. ഓക്കെ, ഇത് അവിടെയൊക്കെ നിറച്ച് പ്ലാന്റ്സ് നിൽപ്പുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ കോൺടാക്ട് ചെയ്യുന്ന പ്രതീക്ഷിക്കുന്നു. ദിസ് ഈസ് സൈനിങ് ഔട്ട്. ബൈ ബൈ.